ക്രിമിനലുകൾ കുരുങ്ങിയോ എന്നാണ് ചോദ്യം. മധു, കുരുക്കിയെന്നാണ്. സത്യം പറഞ്ഞാൽ ഒരു സന്തോഷമുള്ള ദിവസമാണ് എന്നതാണ്. ഒന്ന്, ഇപ്പോൾ അർജുനായെങ്കിൽ നാട്ടിൽ മുഖ്യമന്ത്രിയെ, ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ചു, പോലീസുകാരനെ വളരെ ഡയറക്റ്റായി വെല്ലുവിളിച്ചു എന്നതിനപ്പുറത്ത് അർജുനായെങ്കിൽ വെല്ലുവിളിച്ചത് ഈ നാട്ടിലെ ജനാധിപത്യത്തെയും ഇവിടുത്തെ നീതി നിയമ നിർവഹണ സംവിധാനത്തെയുമാണ്. എന്നാ നിങ്ങളങ്ങ് പിടിക്ക് എന്ന് പോലീസുകാരനോട് പറയുന്ന പ്രതികൾ അവർ ജയിലിൽ തന്നെ കിടക്കേണ്ടത് ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ ആവശ്യമാണ്. കാരണം പോലീസ് എന്ന് പറയുന്നൊരു സംവിധാനമാണ് നമ്മുടെ സുരക്ഷ, ജീവൻ എന്നതിനു വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. അങ്ങനെ പോലീസുകാരനെ വെല്ലുവിളിച്ചിട്ട് പുറത്ത് ഇറങ്ങി നടക്കാൻ കഴിയുന്ന ക്രിമിനലുകളുടെ തണ്ടൽ ബലം പരീക്ഷിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാകും ഈ നാട്ടിലെ സാധാരണക്കാരന് ജീവിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് പോലീസിന് ഈ പറയുന്ന കൈക്കരുത്തുണ്ട്, തണ്ടല് ബലമുണ്ട് എന്ന് തെളിയിക്കപ്പെട്ട ഒരു ദിവസം എന്ന നിലയ്ക്ക് ഞാൻ വളരെയധികം സന്തോഷിക്കുന്ന ഒരു ദിവസമാണ്. ഇപ്പോൾ നോക്കൂ, എന്താണ് നമ്മൾ ഇതിന് തുടക്കം ഇടുന്ന ആദ്യമായിട്ട് ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ഈ പ്രതികൾക്കെതിരെ നടപടിയെടുക്കാത്തതുമായി ബന്ധപ്പെട്ട വിമർശനം തുടങ്ങുന്ന എം.ആർ. അജിത് കുമാറിന്റെ കേസിലാണ്. എം.ആർ. അജിത് കുമാറിനെതിരെ നടപടി വൈകുന്നു. കാരണം റിപ്പോർട്ടടക്കം DGPയുടെ മുന്നിൽ വന്നിട്ട് പോലീസ് നടപടി എടുക്കുന്നില്ല. എന്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി നടപടിക്ക് ശുപാർശ ചെയ്യുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങളുണ്ടായിരുന്നു. അന്ന് ആ ചോദ്യം മുഖ്യമന്ത്രി വി.ഡി. സതീശന് മുന്നിൽ വന്നപ്പോൾ വി.ഡി. സതീശന് ഇതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്, അത് പരിശോധിച്ച് ഉറപ്പുവരുത്തണം, അല്ലെങ്കിൽ അദ്ദേഹം കോടതിയിൽ പോകും. വളരെ എളുപ്പത്തിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന DGP വിഷയത്തിലടക്കം മുന്നോട്ട് പോകാൻ കഴിയും. 31-ാം തീയതി ആയിരുന്നു എന്നതാണ് എൻ്റെ ഓർമ്മ. ഈ DGP അദ്ദേഹത്തിന് ഒരുപക്ഷെ ശുപാർശ കിട്ടിയേക്കും. അതിന് മുൻപ് നടപടി ഉണ്ടാകുമോ എന്നതായിരുന്നു ചോദ്യം. കൃത്യമായതിനു മുമ്പ് നടപടി ഉണ്ടായി, അതുവരെയുള്ള വിമർശനങ്ങളുണ്ടായി. സ്വാഭാവികമാണ്, കേരളം പോലെ ഒരു സംസ്ഥാനത്ത് വിമർശനങ്ങൾ ഉണ്ടാകും, എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന ചോദ്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് വളരെ കൃത്യമായി ഇവിടെ ഒരു പൊതുബോധമുണ്ട്, വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്ന മാധ്യമ സംവിധാനങ്ങളുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഇതൊക്കെ മെനയ്ക്കും വെടിപ്പിനും നടക്കുന്നത് എന്നതാണ് കാര്യം. അപ്പോൾ എം.ആർ. അജിത് കുമാറിന് വളരെ കൃത്യമായതിനു മുമ്പ് സസ്പെൻഷൻ വന്നു, DGP സ്ഥാനത്തേക്ക് എത്തുന്നില്ല, അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാകുന്നു. ആയെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കൂ എന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞു. എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. കൃത്യമായി ആയെങ്കിൽ ഫോളോ ചെയ്യുന്നുണ്ട്. തൃശ്ശൂരിലേക്കാണ് അരിച്ചു പറക്കി അന്വേഷണമൊക്കെ നടത്തിയത്, പക്ഷേ കൃത്യമായി കണ്ണൂരിലെത്തി എന്ന് മനസ്സിലാവുന്നുണ്ട്. ആ ഓട്ടോ ഡ്രൈവറാണ് വളരെ കൃത്യമായ ഇൻഫർമേഷൻ പോലീസിന് കൈമാറിയിരിക്കുന്നത്. അറസ്റ്റിലേക്ക് പോകുന്നു. രാത്രി 2:30 അഭിഭാഷക ദമ്പതികളുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ആയെങ്കിയെ പൊക്കുന്നു. അതുപോലെ തന്നെ TG മോഹൻദാസ്, അർജുൻ ആയെങ്കിക്ക് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്ന സമയത്ത് വളരെ പ്രധാനമായും ഉയർന്ന ഒരു ചോദ്യം, വിമർശന ബുദ്ധിയാ ഉയർന്ന ഒരു ചോദ്യം, എന്തുകൊണ്ട് TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? ആയെങ്കിക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന ഈ പറയുന്ന പരിശ്രമമുണ്ടല്ലോ, അതെന്തുകൊണ്ട് TG മോഹൻദാസിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നൊരു ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ എവിടെയെങ്കിലും ഒരു അയവുണ്ടാകരുതെന്നാണ്. ഇപ്പോൾ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെച്ചതിന് ശേഷമേ ആയെങ്കിക്ക് വേണ്ടി അന്വേഷണം തുടങ്ങാവൂ എന്നില്ല. ഇത് രണ്ടും വളരെ പാരലായി നടക്കാം. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് സൈബർ പോലീസ് ഇവിടത്തേക്ക് പുറപ്പെടണമെങ്കിൽ ആ തീരുമാനം സ്വാഭാവികമായും ആരൊക്കെയാണ് പോകുന്നത് അടക്കമുള്ള തീരുമാനങ്ങൾ 2-3 ദിവസമായി ഉണ്ട് എന്നത് തന്നെയാണ്. അങ്ങനെ ആയെങ്കിക്ക് ശേഷം TG മോഹൻദാസ് ഉണ്ടാകുന്നു. വലിയ ആശങ്കയുണ്ടായിരുന്നു, എന്തുകൊണ്ട് TG മോഹൻദാസിന് ഈ പ്രിവിലേജിന്റെ ചട്ടക്കൂട എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, കേസെടുക്കുന്നില്ലേ എന്ന് നിരന്തരമായ ചോദ്യങ്ങൾക്ക് ശേഷമാണ് ആ പരാതി കിട്ടി 3-4 ദിവസങ്ങൾക്ക് ശേഷം കേസെടുക്കുന്നത്. പക്ഷെ നമ്മളന്ന് പറഞ്ഞു, ജാൻമണിക്കെതിരെ 24 മണിക്കൂറിനെതിരെ കേസെടുത്തു, ഉള്ളിൽ കേസെടുത്തു, എന്തുകൊണ്ട് TG മോഹൻദാസിനെതിരെ കേസെടുക്കുന്നില്ല? ചോദ്യങ്ങളുണ്ടായി. ചോദ്യങ്ങൾ സ്വാഭാവികമാണെന്നേ, ചോദ്യങ്ങൾ ഉണ്ടാകണം. അങ്ങനെ കേസെടുത്ത് 11-ാം ദിവസമാണ് സൈബർ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുന്നത്. കുറച്ച് കാലതാമസം ഉണ്ടായി, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു എന്നതാണ് പ്രധാനം. എനിക്കിതിൽ പറയാനുള്ളത്, ഐ മസ്റ്റ് സേ, അതായത് രമേശ് ചെന്നിത്തല ഒരു സൂപ്പർമാനാണ് നിലവിൽ. ഇപ്പം നമ്മൾ സാധാരണ പ്രതികളുടെ ഒന്നും വാക്കുകൾ കോട്ട് ചെയ്യാറില്ല. പക്ഷെ അർജുനായെങ്കിൽ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഇട്ടൊരു കാര്യമുണ്ട്. അങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യം ഉന്നയിച്ചതിന് ശേഷമാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആഭ്യന്തരമന്ത്രിയെ ഞാൻ വന്നൊരു പൊന്നാട ഇട്ട് തരും, ഒരു ഉമ്മ തരും എന്നുള്ളത്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിനൊരു പൊന്നാട ഇട്ടാലും കുറവൊന്നുമില്ല എന്നുള്ളതാണ്. കാരണം ഇത് നോക്കൂ, തൂഫാൻ എന്തൊരു വീക്ഷണത്തോടു കൂടിയുള്ളതൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ അദ്ദേഹം അഭിമാനത്തോടു കൂടിയാണ് പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നത്. എത്രയോ കോടി രൂപയുടെ ലഹരി വേട്ടയുണ്ടാകുന്നു, ആ ലഹരി പോകുന്ന വഴി കണ്ടുപിടിക്കുന്നു. അധ്യാപികമാരൊക്കെ ഉൾപ്പെടുന്ന റാക്കറ്റ് കുഞ്ഞുങ്ങളെ വളരെ വിഷാത്മകമായി ഇല്ലാതാക്കി കളയാൻ കഴിഞ്ഞ ഒരു റാക്കറ്റ് തോണ്ടി പുറത്തിടുന്നു. അതിന് മുഴുവൻ കണ്ണുകളിലേക്ക്, അതിനു മുമ്പ് 1 മാസം മുമ്പ് അറസ്റ്റിലായ സ്ത്രീ അടക്കമുള്ളവർ ഈ കണ്ണുകളിൽ ഭാഗമാണെന്ന് വ്യക്തമാകുന്നു. അങ്ങനെ റാക്കറ്റ് മുഴുവനായി അരിച്ചു പെറുകിയെടുത്ത് പുറത്തിടുന്നു. വേരറുക്കും എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞതിനെ അറുത്തിരിക്കുന്നു അല്ലെങ്കിൽ അറുക്കുന്നു എന്നൊരു വളരെ കൃത്യമായ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുന്നു എന്നതാണ്. ഓപ്പറേഷൻ തൂഫാന് ശേഷം ഓപ്പറേഷൻ ഗ്രിപ്പ് പ്രഖ്യാപിക്കപ്പെടുന്നു. അർജുൻ ആയെങ്കിക്ക് അറസ്റ്റിലാവുന്നത് ഓപ്പറേഷൻ ഗ്രിപ്പുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ക്രിമിനലുകളുടെ പറുദീസയല്ല കേരളം എന്ന വളരെ സ്ട്രോങ് ആയ സ്റ്റേറ്റ്മെന്റ് ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്.
അപ്പോൾ ഇന്ന് 4 മണിക്ക് നമ്മൾ ഈ വിഷയം വളരെ വിശദമായി എടുക്കുന്നു. എന്തുകൊണ്ട് ടി ജി മോഹൻദാസിന്റെ അറസ്റ്റ് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. മിനിറ്റുകൾക്കുള്ളിലാണ് ഈ അറസ്റ്റിന്റെ വാർത്ത വരുന്നത്. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നു, തലേ ദിവസം മുതൽ എൻ്റെ പ്രിപ്പറേഷൻ സ്വാഭാവികമായിട്ടുണ്ടാകും. അറസ്റ്റ് ഉണ്ടാകുന്നു, അങ്ങനെ ആഭ്യന്തര വകുപ്പ് ഏതെങ്കിലും ഒരു ക്രിമിനലിനോ ഈ ക്രൈം ചെയ്യുന്ന ആളുകൾക്കോ ആ നിലയ്ക്ക് സമൂഹത്തിന്റെ ബോധ്യത്തെയും ബുദ്ധിയും രാഷ്ട്രീയ ബോധ്യത്തെയും വെല്ലുവിളിക്കുന്ന ആളുകൾക്കോ ഒരു പ്രിവിലേജും കൊടുത്തിട്ടില്ല എന്ന തുറന്ന പ്രഖ്യാപനമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആയെങ്കിൽ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രിയോട് പറഞ്ഞത് എന്താണ്? അദ്ദേഹം വളർന്ന പാർട്ടി വേറെയാണ് എന്ന്. ഏതാണ് ആ പാർട്ടി? ആ പാർട്ടി അത് അംഗീകരിക്കുന്നുണ്ടോ? അദ്ദേഹത്തെ വളർത്തിയ പാർട്ടി തങ്ങളാണെന്ന് അംഗീകരിക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എനിക്ക് ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നത്. അപ്പോൾ പക്ഷേ ആയെങ്കിൽ പറയുന്ന വേറെയും കുറേ സെൻറ്റൻസ് ഉണ്ട്. ഞാൻ വളർന്ന പാർട്ടി വേറെയാണ്. അദ്ദേഹം വളർന്ന പാർട്ടി ഏതാണ്? CPM ആണോ, കോൺഗ്രസ് ആണോ, BJP ആണോ, അതോ ഇനി മറ്റേതെങ്കിലും സംഘടനയാണോ? ഏതാണ് എന്ന് അറിയാവുന്നവർ ചിന്തിച്ചാൽ മതി. അപ്പോൾ ആ വളർന്ന പാർട്ടി വേറെയാണ്. എൻ്റെ പാർട്ടിയിലും എനിക്കിടമില്ല എന്ന് പറയുന്നു. അതിനുശേഷം ഞാൻ മരിക്കുമ്പോൾ ചെങ്കൊടി പുതച്ച് കിടക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിതൊക്കെ ചെയ്യുന്നത് എന്നും പറയുന്നു. അപ്പോൾ ആയെങ്കിൽ വിചാരിക്കുന്നതും ആയെങ്കിയെ അനുകൂലിക്കുന്നു. ഇപ്പം ആയെങ്കിക്കെതിരെ ഈ തോക്കെടുത്ത് പ്രയോഗിക്കുമെന്നൊരു വാർത്ത വന്നു. അത് പക്ഷേ P. വിജയൻ അടക്കമുള്ളവർ പറയുന്നുണ്ട് അത് തീരുമാനിച്ചത് ഞങ്ങളല്ല എന്നുള്ളത്. അങ്ങനെ ഒരു വാർത്ത വന്നു എന്നതേ ഉള്ളൂ. അത് പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ ആ സമയത്ത് അതിനെതിരെ വന്ന അഭിപ്രായ പ്രകടനങ്ങളുണ്ട്. അതൊക്കെ എവിടെ നിന്നുണ്ടായി എന്നത് ആലോചിക്കണം. ഇപ്പോൾ മറ്റ് ഈ പറയുന്ന നമുക്കൊക്കെ അറിയാവുന്ന പ്രാദേശികമായ ഇടത് അനുഭാവമുള്ള പ്രൊഫൈലുകളിൽ നിന്ന് തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ നിയമപരമായി നേരിടാൻ തന്നെ തയ്യാറാണ് എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ കൂടി കഴിഞ്ഞ ദിവസങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എന്നതാണ്. ഇപ്പോൾ ഇനി നേരത്തെ മനു തോമസിനെ കുറിച്ച് സ്മൃതി മാഡം പറഞ്ഞു. മനു തോമസ് കഴിഞ്ഞ റിസൾട്ട് വന്ന ദിവസം ഫേസ്ബുക്കിലിട്ട 2 വരികളുണ്ട്. ഇന്ന് പരാജയപ്പെട്ടത് കുറച്ചു പേർ ചേർന്ന് കുറേ നാളുകൾ കൊണ്ട് കൊന്നുകളഞ്ഞ ഇടത് രാഷ്ട്രീയത്തിന്റെ ജഡവസ്തുവാണ്, ഇടതുപക്ഷമല്ല എന്നുള്ളതാണ്. അതായത് ഇവരൊക്കെ ചേർന്ന് മനു തോമസിന്റെ കാര്യം ഓർമ്മയുണ്ടാകും സ്മൃതി മാഡത്തിന്. ഈ പറയുന്ന ലഹരിക്കും ഈ പറയുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും എതിരെ DYFI കണ്ണൂരിലൊരു വലിയ ജാഥ നടത്തുകയാണ്. ആ ജാഥ പ്രത്യേക ഒരു സ്ഥലത്തെത്തുന്ന സമയത്ത് അവിടുത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. പബ്ലിക്കായിട്ടുള്ള വെല്ലുവിളിയാണ്. DYFI പോലൊരു സംഘടന കണ്ണൂരിൽ അവരുടെ കോട്ടയിൽ കൂടെ നടക്കുന്ന സമയത്ത് അവിടുത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുക ഡയറക്റ്റായിട്ടുള്ള വെല്ലുവിളിയല്ലേ? അന്ന് അതിനൊക്കെ നേതൃത്വം കൊടുത്ത ആളാണ് ഈ പറയുന്ന മനു തോമസ് എന്ന് പറയുന്നത്. ആ മനു തോമസിനെതിരെ നടപടി ഉണ്ടാകുന്നത് മനു തോമസ് ഒരു ബേക്കറി ശൃംഖലയിൽ കുറച്ച് പണം ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഫുൾ ടൈമർ ആയതുകൊണ്ട് അങ്ങനെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നടപടിയെടുത്തു എന്ന് കേൾക്കുന്നു. എന്നിട്ട് ഇപ്പോൾ നോക്കൂ, നേരത്തെ ഷാജന്റെ കാര്യം പറഞ്ഞു. പുതിയ ബിസിനസ് ശൃംഖലകൾ തുടങ്ങാൻ കഴിയുന്ന, പുതിയ ആസ്തി സമാഹരിക്കാൻ കഴിയുന്ന EP ജയരാജനുമായി ബന്ധപ്പെട്ട് മുൻപ് ഒരു ആരോപണം ഉണ്ടായ സമയത്ത് പാർട്ടിക്ക് അറിവില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും. പക്ഷേ ഒരു ഫുൾ ടൈമറായ പാർട്ടി പ്രവർത്തകൻ 5 ലക്ഷം രൂപയോ 6 ലക്ഷം രൂപയോ എവിടെയെങ്കിലും ഒന്ന് നിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് 5-6 ലക്ഷം രൂപയാണ് കേട്ടോ ഒരാൾക്ക് സമാഹരിക്കാൻ കഴിയുന്ന തുകയാണ്. അത് ബോധ്യപ്പെടുത്തുക ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന നടപടി നേരിടേണ്ടി വന്നത്. അദ്ദേഹം പിന്നീട് പാർട്ടി അംഗത്വം പുതുക്കാതെ നിലനിൽക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അന്ന് മനു തോമസ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന് പരാജയപ്പെട്ടത് കുറച്ച് പേർ ചേർന്ന് കുറേ നാളുകൾ കൊണ്ട് കൊന്നുകളഞ്ഞ ഇടത് രാഷ്ട്രീയത്തിൻ്റെ ജഡവസ്തുവാണ് എന്ന്. TG മോഹൻദാസ് നോക്കൂ, ഫേസ്ബുക്ക് യൂട്യൂബിലിട്ട കണ്ടന്റ് ആരെയൊക്കെ അധിക്ഷേപിക്കുന്നതാണ്? യുവാക്കളെ അധിക്ഷേപിക്കുന്നതാണ്. അവരുടെ സമരവുമായി ബന്ധപ്പെട്ട മോശം കാര്യങ്ങളുള്ളതാണ്. ശരി, സ്ത്രീ വിരുദ്ധത വകുപ്പിലെടുത്തിട്ടില്ല, കേസെടുത്തിട്ടില്ല. സ്ത്രീത്വത്തെ അപമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടില്ല. അത് ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഈ കൃത്യമായ നിർബന്ധ ബുദ്ധി ഉണ്ടായെങ്കിൽ ആദ്യം ചുമത്തേണ്ടത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പ്രായം 79 വയസ്സുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കളുടെ പ്രായമുള്ള സ്ത്രീകളെക്കുറിച്ചാണ്, പെൺകുട്ടികളെക്കുറിച്ചാണ്, അവരുടെ ശരീരത്തെ അടക്കം വിശേഷിപ്പിച്ചുകൊണ്ടുള്ള പ്രയോഗങ്ങൾ ഉണ്ടായത്. ഇത് ഈ വീഡിയോയ്ക്കുണ്ടാകുന്ന ഫോളോവേഴ്സ് ഉണ്ടല്ലോ, ഞെട്ടിക്കുന്നതാണ്. അതിൻ്റെ ഓരോ ശകലങ്ങളും പങ്കുവെക്കുന്ന മനുഷ്യരെക്കുറിച്ച് പരിതപിക്കുകയല്ലാതെ മാർഗമില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു സഹജീവിയെക്കുറിച്ചുണ്ടാകുന്ന എത്രത്തോളം വിഷം നിറഞ്ഞ പ്രസ്താവനകൾ പ്രചരിപ്പിക്കാൻ കഴിയുന്നതെന്നുള്ളതാണ്. അതുകൊണ്ട് ആ അറസ്റ്റ് ഇനിയിപ്പോൾ വലിയ മുദ്രാവാക്യം വിളിച്ചവരൊക്കെ സത്യം പറഞ്ഞ അഭിമാനബോധത്തോട് അറസ്റ്റ് ഉണ്ടായപ്പോൾ മുദ്രാവാക്യം ഉണ്ടായല്ലോ, ഈ TG ഞങ്ങളുടെ നേതാവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇങ്ങനെ ഈ നേതാവാണ് എന്ന് വിചാരിക്കുന്ന മനുഷ്യന്മാരൊക്കെ വീട്ടിൽ ചെന്നിട്ട് അവരവരുടെ വീട്ടിലുള്ള സ്ത്രീകളുടെ മുഖത്തേക്കൊന്ന് നോക്കണം കേട്ടോ. വളരുന്ന പെൺകുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ മുഖത്തേക്ക് ഒന്ന് നോക്കണം. എന്നിട്ട് ആ മുദ്രാവാക്യം അവരുടെ മുന്നിൽ നിന്ന് ഒന്ന് ഉറക്ക വിളിക്കണം. ഒന്ന് പ്രതിരോധിച്ച് ഒരു രാഷ്ട്രീയ വർത്തമാനം പറഞ്ഞു, ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്തു എന്നൊരു കാര്യം അതൊരു കുറ്റമായി കണ്ടുകൊണ്ടാണ് ഈ സ്ത്രീകൾക്കെതിരെ ഇമാതിരി അനാവശ്യം വിളിച്ചു പറയാൻ അദ്ദേഹത്തിന്റെ നാവ് വഴങ്ങിയതെങ്കിൽ ഒരു ദിവസം ഞാൻ മനസ്സിലാക്കുന്ന 5 മണി തൊട്ട് 8 മണിക്കാണ് ഈ അറസ്റ്റ് ഉണ്ടാകുന്നത്. ഇന്ന് ഒരു ദിവസമെങ്കിലും എന്താണ് നിയമം? അദ്ദേഹം നിയമജ്ഞനാണ് കേട്ടോ, അഭിഭാഷകനാണ്. അപ്പോൾ രാജ്യത്ത് എന്തൊക്കെ പറയാമെന്നും എന്തൊക്കെ പറയാൻ പാടില്ല എന്നും നല്ല ബോധ്യമുള്ള ഒരാൾ ഇന്ന് ഒരു ദിവസമെങ്കിലും നിയമത്തിന്റെ കരുത്ത് എന്താണെന്ന് അറിയണം എന്നതാണ് എൻ്റെ വളരെ വ്യക്തിപരമായ ആഗ്രഹം. Meet the editors.